ഇതാണ് എന്റെ വീട്. സ്ഥലം കനാൽക്കര. വീട്ടുപേര് ഒറ്റമുറി. വീട്ടു നമ്പർ 38. വീടിന് പഴക്കം 20 വർഷം. തറ വിസ്തീർണം എന്റെ ഉയരം, പിന്നെ അമ്മയുടെയും. വാതിൽ അടച്ചുറപ്പില്ലാത്ത ഇരുട്ട്. ജനൽ അടപ്പില്ലാത്ത ഒറ്റ. പാചകം കിടപ്പുമുറിയിൽ, ഉറക്കം പാചകമുറിയിൽ. വീടിനുള്ളിലെ തട്ടുമുട്ടുകൾ. അടുപ്പിലിരിക്കുന്ന കഞ്ഞിക്കലവും കലത്തിൽ വെന്ത് കിടക്കുന്ന ഇറ്റ് കഞ്ഞിയും. വക്കുപൊട്ടിയ ചട്ടിയിൽ 2 കാന്താരിമുളകും 1 കഷ്ണം കല്ലുപ്പും. രക്തം പതിഞ്ഞ കുറെ നിയമപുസ്തകങ്ങൾ. ആർക്കും വേണ്ടാത്ത MA ബിരുദപത്രം. പഴംതുണി തുന്നിക്കൂട്ടിയ തലയിണ. ആ തലയിണക്കടിയിൽ ഒരു വെട്ടുകത്തി. പിഞ്ചിക്കീറിയ ഒരു ബ്ലൗസ്. ആ ബ്ലൗസിൽ കുത്തിയ ഒരു പെൻ ക്യാമറ. ചുമരുകൾ ഞാൻ തീർത്ത ദുർബലമായ പ്രതിരോധം. മേൽക്കൂര ആകാശത്തിനോട് കലഹിക്കുന്ന കീറ്റ ആസ്പെറ്റോസ് പാളികൾ. TV, റേഡിയോ. മകളെ പരുന്തിൽ നിന്നും കഴുകനിൽ നിന്നും രക്ഷിക്കാനായി അമ്മ തീർത്ത വെറിയൊച്ച. വീട്ടിലേക്കുള്ള കനാൽ വഴിയിൽ മലയാളം പറയുന്ന ഹിന്ദികളുണ്ട്. വീടിന്റെ ഇടതുമുറ്റം പുൽച്ചെടികളാൽ ജരാനര കയറിയ വരണ്ടുണങ്ങിയ കനാൽ. വലതുമുറ്റം 2 നില വീടിന്റെ വൻമതിൽ. പിൻമുറ്റം കീറച്ചാക്കും പഴംതുണിയും അലങ്കരിച്ച മറപ്പുര. മുൻമുറ്റം വീട്ടിലേക്കുള്ള കനാൽ പാലം. ആ പാലത്തിലൂടെ എനിക്ക് പ്രവേശനമുണ്ടായിരുന്നോ എന്നത് തർക്ക വിഷയം. ആരും വിരുന്നു വരാത്ത എന്റെ വീട്ടിൽ നിന്ന് ധാരാളം വിരുന്നുകാരുണ്ട്. കാക്കകൾ എച്ചില് തോണ്ടും പോലെ തെളിവ് തോണ്ടുന്ന കാക്കികളുണ്ട്. മാധ്യമവേശികളുടെ കുളിമുറി ക്യാമറകളുണ്ട്. ഇന്നെന്റെ വീടിന് മുമ്പിലും വാഹനങ്ങളുണ്ട്. ഒന്നുറക്ക വിളിച്ചാൽ വിളി കേൾക്കാവുന്ന ദൂരത്തിൽ അയൽവീടുകളുണ്ട്. 30 വർഷങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഞാൻ ഈ വീട്ടിൽ ജീവിച്ചിരുന്നു, സ്വയം പ്രതിരോധം തീർത്തുകൊണ്ട്. പുറംപോക്കായി നിങ്ങൾ എഴുതിക്കളഞ്ഞ എന്റെ ജീവിതമാണ് ഈ വീട്. നിങ്ങളാരും വായിക്കാതെ പോയ ഒരു പാഠപുസ്തകമാണ് ഈ വീട്. എന്നോ കൂടൊഴിഞ്ഞു പോയ അച്ഛൻ കിളിയെ കാത്തിരിക്കുന്ന അമ്മക്കിളി കൂടി ഈ വീട്. 2 കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ടുപോയ പരുന്തിനെ നെഞ്ചുരുക്കി പ്രാകുന്ന ശാപക്കൂട്. ശേഷിക്കുന്ന ഒരു കുഞ്ഞിനെ ഒരു കഴുകനും റാഞ്ചിക്കൊണ്ടു പോകാതെ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും ചുറ്റിലും മുൾക്കൂട് തീർത്ത് കാവലിരിക്കുന്ന അമ്മക്കിളിക്കൂട്. ഇരുട്ടിന്റെ മറവിനെ പേടിച്ച് ഉറക്കമൊഴിഞ്ഞ് കാവലാളായ അമ്മ ഉറങ്ങാത്ത വീട്. നല്ലൊരു നാളെയുണ്ടാവുമെന്നും നീതി നിഷേധിക്കപ്പെട്ട ഈ പാവങ്ങൾക്ക് തണലായി പഠിക്കുന്ന നിയമപുസ്തകം അവതാര പുരുഷനാകുമെന്നും ദിവാസ്വപ്നം കണ്ട സ്വപ്നക്കൂട്. ഞാനിന്ന് ഈ വീട്ടിലില്ല, ദൂരെയാണ്. പുറംപോക്കുകളില്ലാത്ത പുറം ലോകത്താണ്. ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ പേര് ചേർക്കാൻ തകർക്കപ്പെട്ട ജനനേന്ദ്രിയം കുടൽമാല കൊണ്ട് മൂടിപ്പുതച്ച് എന്റെ കൈവശമുള്ളത് കുറെ ഉടലെഴുത്തുകൾ മാത്രം. ശരീരത്തിലേറ്റ 38 മുറിവുകളുടെ ചുവരെഴുത്തുകൾ. മനസ്സിലേറ്റ എണ്ണാൻ മറന്ന എണ്ണമറ്റ മുറിവുകളും മാത്രം. 30 വർഷം ഇവിടെ ജീവിച്ചിരുന്നതിന്റെ തെളിവായി പെറ്റ വയറിന് എന്നെ ഒരു കണ്ണ് അന്ത്യമായി കാണുവാൻ കഴിഞ്ഞില്ല. അതിനു മുന്നേ പറ്റുനിന്നവർ തീയിട്ടെന്നെ ഇരുട്ടിന്റെ മറവിലാക്കി. എള്ളും പൂവും ഇലക്കീറും അരിനുറുക്കും വാങ്ങാതെ ഞാൻ യാത്രയായി. ഉദകമില്ലാതെ മൺകുടമില്ലാതെ ഇറ്റുപറ്റ് തീർത്ഥം തൊട്ടുണ്ണാതെ ഞാൻ യാത്രയായി. കനാലിറമ്പിലെ ഇലകൊഴിഞ്ഞ മരച്ചില്ലയിലിരുന്ന് ബലിക്കാക്കകൾ വിലപിക്കുന്നുണ്ടാകും. എന്റെ അമ്മയ്ക്ക് തിലോദകം ചെയ്യാൻ വിധിയില്ലാത്തവളായി ഞാൻ യാത്രയായി. തീരാക്കടങ്ങളും ദുഃഖഭാരങ്ങളും ഇല്ലാത്തിടത്തേക്ക് ഞാൻ യാത്രയായി. കണ്ണീരോർമ്മയായി. ഒരു ജന്മം കൊണ്ട് അനുഭവിക്കാവുന്നതിലേറെ അവഗണനകൾ സഹിച്ച്, ഒരു ജന്മം മുഴുവൻ സഹിച്ചാലും തീരാത്ത നൊമ്പരങ്ങൾ അനുഭവിച്ച്, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ബാക്കിയാക്കി, പരാതികളും പരിഭവങ്ങളും ഇല്ലാത്ത ഒരിടം തേടി ഞാൻ പോയി. എന്റെ അമ്മ, നിങ്ങൾ ഭ്രാന്തി എന്ന് വിളിച്ചിരുന്ന എന്റെ രക്ഷാകവചം, അവരിന്ന് VIP-കളുടെ ബന്ധനത്തിലാണ്.
നാളെ അവരാലും ഉപേക്ഷിക്കപ്പെടും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അവരെ ഊളംപാറയിലോ കുതിരവട്ടത്തോ എത്തിക്കുക. അവരവിടെ സുരക്ഷിതമായിരിക്കും തീർച്ച. അവരവിടെ സുരക്ഷിതമായിരിക്കും തീർച്ച. അവര് മാനസിക നില തെറ്റി അന്തേവാസികളുടെയും അയൽവാസികളുടെയും ഇടയിലിരിക്കുമെന്നോർത്ത് ഞാൻ സമാധാനിക്കും. അപമാനഭാരത്തെ, വെറുപ്പുകളെ, ഇല്ലായ്മയെ, ഒറ്റപ്പെടുത്തലുകളെ, പരിഹാസങ്ങളെ, പ്രഹരങ്ങളെ എല്ലാം നേരിടാൻ ജീവിതത്തിൽ ഏറ്റവും ഒറ്റപ്പെട്ട ഒരു സ്ത്രീ ഭ്രാന്തിയാകുന്നതല്ലേ നല്ലത്? ഇനി ആ വീട്ടിൽ അവശേഷിക്കുന്നത് ഞാൻ കണ്ട സ്വപ്നങ്ങൾ മാത്രം. എന്റെ അമ്മ എനിക്ക് വേണ്ടി കരുതി വെച്ച പഴന്തുണിക്കെട്ട്, ഞാൻ തിരിച്ചു വരുന്നതും കാത്ത് വീട്ടുമുറ്റത്തെ കാട്ടുപുൽച്ചെടികൾക്കിടയിൽ ഭയന്നിരിക്കുന്ന എന്റെ കുറുമ്പിപ്പൂച്ചയും. അവൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാകുമോ? ഇല്ല, ഞാൻ ചെല്ലാതെ അവൾ ഒന്നും കഴിക്കാറില്ല. സന്ധ്യാവേളകളിൽ ഇന്നും അവൾ എന്റെയോ അമ്മയുടെയോ വരവും കാത്ത് വീട്ടുമുറ്റത്തെ കനാൽ പാലത്തിൽ ദൂരേക്ക് കണ്ണും നട്ടിരിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ കനാൽ പാലത്തിന്റെ കൈവരികളിൽ മുഖമുരുമി, ഉടലുരുമി, വാലുരുമി കരയുന്നുണ്ടാകും, ശബ്ദം പുറത്തു വരാതെ. ഞങ്ങൾക്കവിടെ ശബ്ദിക്കുവാൻ അവകാശമില്ലായിരുന്നുവല്ലോ. ഞങ്ങൾക്കവിടെ ശബ്ദിക്കുവാൻ അവകാശമില്ലായിരുന്നുവല്ലോ. ശബ്ദമുണ്ടാക്കാതെ കരയുവാൻ അവളും പഠിച്ചിരിക്കുന്നു. ശബ്ദമുണ്ടാക്കാതെ കരയുവാൻ അവളും പഠിച്ചിരിക്കുന്നു. ശബ്ദമുണ്ടാക്കാതെ കരയുവാൻ അവളും പഠിച്ചിരിക്കുന്നു.